നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനായി ഇ.ഡി. വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. 29-ാം തീയതി രണ്ടാമതും ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി വീണയ്ക്ക് ഇ.ഡി. സമൻസ് നൽകിയിരുന്നതാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി അസാധാരണമായിട്ടുള്ള ഒരു നടപടിയിലൂടെയാണ് വീണയെ ഇ.ഡി. വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഫോൺ മുഖാന്തരമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി വീണയെ അറിയിച്ചത്. അതിന് പ്രകാരം വീണ ഇന്ന് രാവിലെ 9:30 മണിയോടുകൂടി തന്നെ കൊച്ചി കടവന്ത്രയിലെ ഇ.ഡിയുടെ ഓഫീസിൽ ഹാജരായി. മാധ്യമങ്ങളുടെ കണ്ണു വെട്ടിക്കാനായിരുന്നു വീണ അതിരാവിലെ തന്നെ ഇ.ഡിയുടെ ഓഫീസിൽ ഹാജരായത്. കഴിഞ്ഞയാഴ്ച വീണയെ മണിക്കൂറുകളോളം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇതിനുശേഷം വീണയുടെ സാന്നിധ്യത്തിൽ ബാങ്ക് ലോക്കർ തുറന്ന് പരിശോധിച്ചു. എന്നാൽ ഈ ബാങ്ക് ലോക്കറിൽ കേസുമായി ബന്ധിപ്പിക്കുന്ന യാതൊരു രേഖകളും ഇല്ല എന്നായിരുന്നു പുറത്തു വന്ന വിവരം. ഇതിനെ പിണറായി പരിഹസിച്ചത് അങ്ങനെ എന്തെങ്കിലും മഹാകാര്യം ബാങ്ക് ലോക്കറിൽ ഉണ്ടെങ്കിൽ ഇ.ഡി. കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ്, അസാധാരണമായിട്ടുള്ള ഒരു നിലപാടാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. വീണയെ 29-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി സമൻസ് അയച്ചിട്ട് അവരെ ഇന്ന് അടിയന്തരമായി വിളിച്ചു വരുത്തുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് എന്ന് തന്നെ അനുമാനിക്കേണ്ടി വരും. CMRL എക്സാലോജിക് വിവാദ സാമ്പത്തിക ഇടപാട് കേസിൽ ആദ്യം അന്വേഷണം നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയ തെളിവുകൾ അടങ്ങുന്ന 134 രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇന്നലെ കൈമാറി. എറണാകുളത്തെ കമ്പനി നിയമകാര്യ പ്രത്യേക കോടതിയിലാണ് SFIO രേഖകളുടെ ഡിജിറ്റൽ പകർപ്പുകൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് മുദ്രവെച്ച് കൈമാറിയത്. ഇ.ഡി. ആവശ്യപ്പെട്ട ഈ രേഖകൾ കോടതി അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു. ഈ 134 രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് വീണയെ അടിയന്തരമായി ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഇ.ഡിക്ക് ബോധ്യമായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. അതനുസരിച്ചായിരിക്കണം വീണയെ ഇന്ന് വിളിച്ചു വരുത്തിയിരിക്കുന്നതും. അല്ലെങ്കിൽ ഇതുപോലെയൊരു കേസിന് ഏതൊരു വിഷയമായിരുന്നാലും ഒരു 3 ദിവസം കൂടി കഴിഞ്ഞ് കക്ഷി ഹാജരാകാൻ ഇരിക്കുമ്പോൾ അവരെ അടിയന്തരമായി ഫോൺ മുഖാന്തരം വിളിച്ചു വരുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനി ഇതിൽ മറ്റൊരു കാര്യം, കഴിഞ്ഞ തവണ വീണയെ ചോദ്യം ചെയ്തത് ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു ശൈലി പ്രകാരമായിരുന്നു. അതിൽ തന്നെ വീണയ്ക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. തനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു വീണ സ്വീകരിച്ചത് എന്നാണ് വാർത്തകൾ വന്നത്. അതായത് വീണയുടെ അച്ഛനും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ചെയ്തു കൊടുത്ത ഏതോ ഒരു സേവനത്തിനുള്ള പ്രതിഫലമായി വീണയുടെ തട്ടിക്കൂട്ട് കമ്പനിയായ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് 2,78,00,000 രൂപ CMRL നൽകി എന്ന് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. എന്തായാലും ചോദ്യമുന നീളുന്നത് വിജയനിലേക്ക് തന്നെയാണ്. കാരണം തനിക്കൊന്നും അറിയില്ല എന്ന് വീണ പറയുമ്പോൾ അത് തൻ്റെ അച്ഛനു വേണ്ടിയാണ് താൻ ഈ പണം, ഈ സേവനം നൽകി ഈ പണം വാങ്ങിയത് എന്ന് വീണ പറയാതെ പറയുകയാണ് എന്നുള്ളതാണ്. ഇനി വീണയുടെ മുന്നിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് അച്ഛൻ ഇത് ചെയ്യിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് അവരെ പറയുക, അവരിലേക്ക് വിരൽ ചൂണ്ടുക, അല്ലെങ്കിൽ ഈ കുറ്റങ്ങളെല്ലാം സ്വയം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ ചോദ്യമുന നീളുന്നത് പിണറായി വിജയനിലേക്ക് തന്നെയാണ്. കാരണം പിണറായി വിജയൻ ചെയ്തു കൊടുത്ത ഏതോ ഒരു സേവനത്തിൻ്റെ ഒരു പ്രതിഫലമായിട്ട് തന്നെയാണ് വീണയുടെ തട്ടിക്കൂട്ട് കമ്പനിക്ക് ഈ പ്രതിഫലം നൽകിയിരിക്കുന്നത്. കാരണം ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല വീണയ്ക്ക്. എന്ന് മാത്രമല്ല, എന്തിനു വേണ്ടിയാണ് CMRL 2,78,00,000 രൂപ വീണയുടെ തട്ടിക്കൂട്ട് കമ്പനിക്ക് കൊടുത്തത് എന്നതിനെക്കുറിച്ചുള്ള ഉത്തരവും പിണറായി വിജയനോ CPM നേതാക്കൾക്കോ വീണയ്ക്കോ പറയാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണയെ ഇന്ന് വിളിച്ചു വരുത്തിയത് അതീവ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടി വരും. വീണ ഈ ചോദ്യം ചെയ്യലിന് ശേഷം വീണ പുറത്തേക്ക് ഇറങ്ങുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം ഒരുപക്ഷെ അറസ്റ്റിലേക്ക് തന്നെ പോകാനും പിന്നീട് പിണറായി വിജയനും കൂടി ഇതിലേക്ക് ഭാഗഭാക്കാക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും വീണ പുറത്തേക്ക് വരുമോ അതോ ജയിലിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇന്ന് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.